ADGP MR അജിത് കുമാറിനെതിരായ SIT അന്വേഷണത്തിൽ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് വേഗത്തിൽ നൽകാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഒക്ടോബർ 1 വരെയാണ് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള കാലാവധി. ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് നടപടി വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി റിനു ശ്രീധർ നമുക്കൊപ്പം ചേരും. റിനു ശ്രീധർ, മുഖ്യമന്ത്രി നിലപാട് കടുപ്പിക്കുകയാണ് എന്ന് തോന്നുന്നു. ഇടതുമുന്നണിയിൽ തന്നെ ഘടകകക്ഷികളുടെ വലിയ സമ്മർദ്ദമുണ്ട്, പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ സമ്മർദ്ദമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ADGP MR അജിത് കുമാറിനെ അകമഴിഞ്ഞ് സഹായിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പരക്കെ ഒരു സംസാരമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഈ SIT അന്വേഷണത്തിനുള്ള സമയകാലാവധി ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോഴാണ് വളരെ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനായി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്താണ് നീക്കം? ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP നീക്കുക എന്നതിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസ്? തീർച്ചയായും അരുൺകുമാർ, വലിയ രീതിയിലുള്ള ആരോപണങ്ങളും സമ്മർദ്ദങ്ങളും മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞു വീശുമ്പോൾ കടുത്ത നടപടികളിലേക്ക് പോകുന്നു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ADGPക്കെതിരായുള്ള ആരോപണങ്ങൾ, അതായത് RSS BJP നേതാക്കളെ കണ്ടു എന്നതടക്കമുള്ള ആരോപണങ്ങളിൽ, PV അൻവറിൻ്റെ ആരോപണങ്ങളിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുകയാണ്. ഈ അന്വേഷണം നടത്തി 1 മാസത്തിനകം തന്നെ കൃത്യമായി റിപ്പോർട്ട് നൽകണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നത്, ഉത്തരവ് തന്നെ നൽകിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒക്ടോബർ 1 വരെയാണ് ആ റിപ്പോർട്ട് നൽകേണ്ടുന്ന അവസാന ദിവസം. അതിനു മുന്നോടിയായി തന്നെ അതിവേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ DGPക്ക് നിർദ്ദേശം നൽകിയതായിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭ്യമാകുന്നത്. അതായത് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കുന്നത് 2 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ലഭിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നൽകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ADGPക്കെതിരായുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, LDF യോഗത്തിലടക്കം മുഖ്യമന്ത്രി പറഞ്ഞത് DGPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുകയാണ്. ഈ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടിയിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. അത് കൃത്യമായി തന്നെ സർക്കാർ പരിശോധിക്കുമെന്നൊരു മറുപടി ഘടകകക്ഷികൾക്ക് അടക്കം LDF യോഗത്തിൽ നൽകിയിരുന്നു. അങ്ങനെയാണെങ്കിൽ വിജിലൻസ് അന്വേഷണം കൂടി പ്രഖ്യാപിക്കുമ്പോൾ അത്തരമൊരു ഉദ്യോഗസ്ഥനെ എങ്ങനെ നിലനിർത്തി പോകും സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയിൽ എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നു. വിജിലൻസ് അന്വേഷണം കൂടി പ്രഖ്യാപിക്കുന്നു. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം DGPക്ക് ലഭിക്കുകയാണ്. അടിയന്തരമായി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന്, എത്രയും വേഗത്തിൽ തന്നെ, അതിവേഗത്തിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഉടൻ ADGPക്കെതിരെ ഒരു നടപടിയിലേക്ക് പോകും എന്നുള്ളൊരു സൂചന കൂടിയാണ് അത് നൽകുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ സംസ്ഥാനത്തില്ല എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അദ്ദേഹം തിരികെ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ റിപ്പോർട്ട് DGP സമർപ്പിക്കും. അത്തരമൊരു റിപ്പോർട്ട് DGP സമർപ്പിച്ചു കഴിഞ്ഞാൽ ADGPക്കെതിരെ ഒരു നടപടിയിലേക്ക് പോകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിർദ്ദേശം ഇപ്പോൾ മുഖ്യമന്ത്രി DGPക്ക് നൽകിയിട്ടുണ്ട്. ബന്ധപ്പെട്ട വിഷയമാണ് ഇടതുമുന്നണിയും ഇപ്പോൾ പ്രതിപക്ഷവും രൂക്ഷമായി ഉന്നയിക്കുന്നത്. ബാക്കി PV അൻവറിന്റെ ആരോപണങ്ങളാണ്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെക്കാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് RSS നേതാക്കളുമായി, ദത്താത്രേയ ഹൊസബളയുമായും റാം മാധവുമായും നടത്തിയ കൂടിക്കാഴ്ചകളാണ്. ഇതിന്റെ പേരിൽ ഒരു നടപടി എടുക്കുക സാധ്യമല്ല എന്ന് തോന്നിയത് കൊണ്ടുകൂടിയായിരിക്കുമല്ലോ റിപ്പോർട്ട് കിട്ടി, ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. പക്ഷേ അത് റിപ്പോർട്ടിന്മേലല്ല. ആ റിപ്പോർട്ട് കിട്ടിയതിനെ തുടർന്ന് അദ്ദേഹം ക്രമസമാധാന തുടരേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതായത് ആ റിപ്പോർട്ട് ഒരു ടൂളാക്കി, റിപ്പോർട്ട് ഒരു അവസരമാക്കി മാറ്റി ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം. അതാണിപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. കാരണം സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് അങ്ങനെയായിരുന്നു. അന്വേഷണം നടക്കുകയല്ലേ, റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് വന്നതിന് ശേഷം തീരുമാനിക്കാം. അങ്ങനെ നിലപാടെടുത്തിരിക്കുന്നത് കൊണ്ട് റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് വരണം. ആ റിപ്പോർട്ട് വരാതെ തീരുമാനം എടുക്കാനും കഴിയില്ല. അതാണ് അവസ്ഥയല്ലേ? തീർച്ചയായും മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ തന്നെ LDF യോഗത്തിലടക്കം അത്തൊരു പരാമർശമാണ് നടത്തിയത്. അത്തരമൊരു മറുപടിയാണ് നൽകിയത്. DGPയുടെ നേതൃത്വത്തിൽ, അതായത് സംസ്ഥാനത്തെ ഉന്നത പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയിലേക്ക് പോകാം എന്നുള്ള ഒരു ഉറപ്പ് LDF യോഗത്തിൽ നൽകിയിരുന്നു. ഇപ്പോൾ ഇതാ ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു 3 അന്വേഷണം, അതായത് മാമി തിരോധന കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. അതിൽ ADGP ആരോപണ വിധേയനാണ്. ഒപ്പം
വിജിലൻസ് അന്വേഷണം, ഒപ്പം DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം, ഇത്തരം 3 അന്വേഷണങ്ങൾ ഒരു ADGPക്കെതിരെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലനത്തിൽ അദ്ദേഹത്തെ നിലനിർത്തി പോകണമോ എന്നുള്ള ഒരു ആരോപണം കൂടി, അല്ലെങ്കിൽ ഒരു സംവാദം കൂടി സംസ്ഥാനത്ത് ഉയർന്നു വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഒരു നടപടിയെടുത്ത് മുന്നോട്ട് പോകുക, ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തുക എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം പോകുന്നത്. അത്തരമൊരു സമ്മർദ്ദത്തിലേക്ക് പോവുകയാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇത്തരം ഒരു മറുപടി നൽകിയത് കൊണ്ട് തന്നെ DGPയുടെ റിപ്പോർട്ട് അടിയന്തരമായി തന്നെ വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ വാങ്ങിച്ചതിനു ശേഷം ADGPക്കെതിരെ ഒരു നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് സാഹചര്യം, അല്ലെങ്കിൽ സാധ്യത എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും PV അൻവർ ആരോപിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തെളിവടക്കം DGPക്ക് മുന്നിൽ ഹാജരായിട്ടുണ്ട് PV അൻവർ എന്നുള്ളതാണ്. അത്തരമൊരു തെളിവുകൾ മറ്റ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട മുൻ കമ്മീഷണർ, തൃശ്ശൂരിലെ കമ്മീഷണർ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഉയർന്ന മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുടെയും മൊഴികൾ രേഖപ്പെടുത്തിയാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും അടിയന്തരമായ ഒരു നീക്കം ADGP MR അജിത് കുമാറിനെതിരെ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഉടൻ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിനു മുന്നോടിയായിട്ടാണ് ADGPക്കെതിരായുള്ള അന്വേഷണ റിപ്പോർട്ട് അതിവേഗത്തിൽ സമർപ്പിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇളകി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ താങ്ക് യു റിനു. റിപ്പോർട്ട് വേണം, റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടി ഉണ്ടാവും. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം കാറ്റുപിടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. PV അൻവർ തൊടുത്തിവിട്ട ശരങ്ങൾ ഓരോന്നും കൃത്യസ്ഥാനത്ത് ഒന്ന് കൊള്ളുന്നുണ്ട്. ആദ്യം സുജിത് ദാസ് സ്ഥലത്തുനിന്ന് മാറ്റി നിർത്തി സസ്പെൻഷൻ അടിച്ച് കൈ കൊടുത്തു. അതിനുശേഷം അന്വേഷണവും തുടങ്ങി. SITയുടെ അന്വേഷണം സമയത്തിന് കൂടുതൽ സമയം അനുവദിച്ചിരുന്നുവെങ്കിലും ഒക്ടോബർ 1-ാം തീയതിക്ക് മുമ്പ് 10 ദിവസത്തിനുള്ളിൽ ഇന്ന് റിപ്പോർട്ട് കിട്ടണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെടുന്നതിന് പിന്നിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ട് കിട്ടുക, നടപടിയെടുക്കുക. പക്ഷേ അതുവരെ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ കാത്തിരിക്കുമോ? ഇത്രയുമായില്ലേ അല്ലേ? വേവും വരെ കാത്തിരുന്നു, ഇനി 6 വരെ കാത്തിരുന്നൂടെ എന്നൊരു ചോദ്യമുണ്ട്. ആ കാത്തിരിപ്പാണ് ഇനിയുള്ള 10 ദിവസം. ഒക്ടോബർ 1-ാം തീയതിക്ക് മുമ്പ്, അഥവാ ഒക്ടോബർ 1-ാം തീയതിയോടുകൂടി ആ തീരുമാനം ഉണ്ടാകുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു.